ശരീരത്തിലേൽക്കുന്ന മുറിവുകൾ കാലക്രമേണ ഉണങ്ങും. പക്ഷെ മനസ്സിൽ നിൽക്കുന്ന മുറിവുകളോ ആയുധങ്ങൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടും നിശബ്ദത കൊണ്ടും ഒരാളെ ജീവനോടെ തളർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളുടെ സ്നേഹത്തെ തന്നെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മുടെ ഡാർക്ക് സൈക്കോളജി സീരീസിലെ ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരാൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു തലത്തെക്കുറിച്ചാണ്. സ്നേഹത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ക്രൂരമായ ചില മനഃശാസ്ത്ര തന്ത്രങ്ങൾ. മുന്നറിയിപ്പ്, ദി എസെൻഷ്യൽ വാർണിംഗ്. തുടങ്ങുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾ ഇതിന്റെ ഒന്നാം ഭാഗം കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ചും ലവ് ബോംബിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കാതെ ഈ രണ്ടാം ഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. ആദ്യ ഭാഗം കണ്ടവർക്ക് മാത്രമേ ഡാർക്ക് സൈക്കോളജിയുടെ ഈ ഭീകരമായ കണ്ണികൾ എങ്ങനെയാണ് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, മറിച്ച് ലോകം എത്രത്തോളം ചതിക്കുഴികൾ നിറഞ്ഞതാണെന്നും അവിടെ നിങ്ങളുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 പ്രധാന വിഷയങ്ങളാണ്. 1. സൈലന്റ് ട്രീറ്റ്മെന്റ്. മിണ്ടാതിരുന്നുകൊണ്ട് ഒരാളെ എങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാം എന്ന ക്രൂരമായ വിദ്യ. 2. ഗിൽറ്റ് ട്രിപ്പിംഗ്. നിങ്ങളുടെ സ്നേഹത്തെയും ദയയെയും ചൂഷണം ചെയ്ത് നിങ്ങളെ എപ്പോഴും കുറ്റവാളിയാക്കി നിർത്തുന്ന തന്ത്രം. 3. നാർസിസിസം. ഈ ലോകം തനിക്ക് ചുറ്റും മാത്രമാണ് കറങ്ങുന്നതെന്ന് വിശ്വസിക്കുന്ന, മറ്റുള്ളവരെ വെറും ഉപകരണങ്ങളായി മാത്രം കാണുന്ന മനുഷ്യരുടെ സ്വഭാവം. ഇതൊക്കെ കേൾക്കുമ്പോൾ ദൂരെ എവിടെയോ ഉള്ള കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാൾ നിങ്ങളോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിലോ? നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണെങ്കിലോ? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. തെറ്റ് ചെയ്തില്ലെങ്കിലും മറ്റൊരാൾക്ക് മുൻപിൽ നിങ്ങൾ എപ്പോഴും മാപ്പ് ചോദിക്കാറുണ്ടോ? അതോ ആരോടെങ്കിലും സംസാരിക്കാൻ പേടി തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അനുഭവവും മറ്റൊരാൾക്ക് ഇത്തരം കെണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാഠമായേക്കാം. ഇനി നമുക്ക് ഡാർക്ക് സൈക്കോളജിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒന്നാം ഭാഗം, സൈലന്റ് ട്രീറ്റ്മെന്റ്. നിശബ്ദത എന്ന ക്രൂരമായ ആയുധം. 1. എന്താണ് സൈലന്റ് ട്രീറ്റ്മെന്റ്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വിഷയം സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. സാധാരണ ഒരു പിണക്കവും സൈലന്റ് ട്രീറ്റ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് തിരിച്ചു ദേഷ്യപ്പെടാൻ ഒരു അവസരമുണ്ട്. എന്നാൽ സൈലന്റ് ട്രീറ്റ്മെന്റിൽ എതിർവശത്തുള്ള വ്യക്തി നിങ്ങളെ പൂർണ്ണമായും അദൃശ്യനാക്കുന്നു. മേക്കിംഗ് യു ഇൻവിസിബിൾ. അവർ നിങ്ങളെ കാണാത്തതുപോലെ നടക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യം പോലും അവർ അംഗീകരിക്കുന്നില്ല. ഇതൊരു തരം മാനസിക ബഹിഷ്കരണമാണ്. നിങ്ങളെ ശിക്ഷിക്കാനും നിയന്ത്രിക്കാനും വേണ്ടി അവർ നിശബ്ദതയെ ഒരു ആയുധമായി മാറ്റുന്നു. നിങ്ങളെ മാനസികമായി തളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2. ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? എന്തുകൊണ്ടാണ് നിശബ്ദത ഇത്രയധികം വേദന നൽകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒരാൾ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന ഭാഗം ഉത്തേജിക്കപ്പെടുന്നു. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ നമുക്ക് ശാരീരികമായി ഒരു പരിക്ക് പറ്റുമ്പോഴും ഇതേ ഭാഗം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് സൈലന്റ് ട്രീറ്റ്മെന്റ് അനുഭവിക്കുന്ന ഒരാൾക്ക് ശാരീരികമായ മർദ്ദനത്തിന് തുല്യമായ വേദനയാണ് ഉള്ളിൽ അനുഭവപ്പെടുന്നത്. ഇത് തുടരുമ്പോൾ ഇരയാക്കപ്പെടുന്ന വ്യക്തിയിൽ കഠിനമായ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു. ഞാൻ അത്രയ്ക്ക് മോശമാണോ? എന്റെ നിലനിൽപ്പിന് ഒരു വിലയുമില്ലേ? എന്നിങ്ങനെയുള്ള ചിന്തകൾ അവരെ വേട്ടയാടാൻ തുടങ്ങും. 3. സൈലന്റ് ട്രീറ്റ്മെന്റിലെ ചതിക്കുഴികൾ. ഡാർക്ക് സൈക്കോളജിസ്റ്റുകൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പരാതി പറയുകയോ അവരെ ചോദ്യം ചെയ്യുകയോ ചെയ്യുമ്പോഴായിരിക്കും അവർ നിശബ്ദത പാലിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ നിശബ്ദത അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കും. ആ നിമിഷം അവർ വിജയിക്കുന്നു. അവരുടെ ആധിപത്യം, ഡോമിനൻസ്, നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. നിങ്ങൾ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതുവരെ അവർ ആ നിശബ്ദത തുടർന്നുകൊണ്ടേയിരിക്കും. 4. ഇതൊരു അബ്യൂസ് ആണോ? പലരും കരുതുന്നത് ഇത് വെറുമൊരു സ്വഭാവ വൈകല്യമാണെന്നാണ്. എന്നാൽ ഇത് കൃത്യമായ ഒരു ഇമോഷണൽ അബ്യൂസ് ആണ്. സ്നേഹബന്ധങ്ങളിലും ജോലിസ്ഥലത്തും വീട്ടിലും ഇത് സംഭവിക്കാം. ഒരു വ്യക്തിയെ മാനസികമായി തകർക്കാൻ ഇതിലും വലിയൊരു ക്രൂരത വേറെയില്ല. ഇത് നേരിടുന്നവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. കാരണം പുറമേക്ക് നോക്കിയാൽ അടിപിടിയോ ബഹളമോ ഇല്ലാത്തതിനാൽ മറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമായി തോന്നില്ല.
രണ്ടാം ഭാഗം ഗിൽറ്റ് ട്രിപ്പിംഗ്, കുറ്റബോധത്തിന്റെ കാണാച്ചരടുകൾ. 1. എന്താണ് ഗിൽറ്റ് ട്രിപ്പിംഗ്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ ദയയെയും സ്നേഹത്തെയും നിങ്ങൾക്ക് തന്നെ എതിരെ ഉപയോഗിക്കുന്ന തന്ത്രം. ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കാൻ അവർ ഉപയോഗിക്കുന്നത് കുറ്റബോധം, ഗിൽറ്റ് എന്ന വികാരത്തെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വിസമ്മതിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴോ നിങ്ങൾ എത്ര വലിയ തെറ്റുകാരനാണ് എന്ന് അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തും. 2. ഇരയായി അഭിനയിക്കുന്ന വേട്ടക്കാർ. ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്തുന്നവർ എപ്പോഴും ഒരു ഇരയുടെ വിക്ടിം വേഷമായിരിക്കും കെട്ടുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് തിരക്കുള്ള ഒരു ദിവസം സുഹൃത്ത് നിങ്ങളെ ഒരു സഹായത്തിന് വിളിക്കുന്നു. നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർ ഉടനെ പറയും, സ്റ്റാർ, സാരമില്ല, എനിക്കെന്നും ഇങ്ങനെയൊക്കെയുള്ളൂ, ആരും സഹായിക്കാനുണ്ടാവില്ല, നീയും എന്നെ കൈവിട്ടല്ലോ. സ്റ്റാർ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നും. ആ കുറ്റബോധം മാറ്റാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജോലികൾ മാറ്റിവെച്ച് അവരെ സഹായിക്കാനോടും. ഇവിടെ അവർ വിജയിച്ചു. നിങ്ങളുടെ സ്നേഹത്തെ അവർ ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഉപയോഗിച്ചു. 3. സാധാരണയായി ഉപയോഗിക്കുന്ന വാചകങ്ങൾ. ഇവർ സാധാരണയായി ഉപയോഗിക്കുന്ന ചില വാചകങ്ങൾ ശ്രദ്ധിക്കുക. നിനക്ക് എന്നെക്കാൾ വലുത് നിന്റെ ജോലിയാണല്ലോ. ഞാൻ നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ലല്ലോ. നിനക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഇത്തരം വാക്കുകളിലൂടെ അവർ നിങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു. അതോടെ നിങ്ങൾ എപ്പോഴും അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. 4. ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതൊരു സാധാരണ സ്നേഹമാണോ അതോ ഗിൽറ്റ് ട്രിപ്പിംഗ് ആണോ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ഒരു ബന്ധത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് സന്തോഷത്തോടെയാണോ അതോ അവർക്ക് വിഷമമാകുമോ എന്ന പേടി കൊണ്ടാണോ? അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ ഒരു ഗിൽറ്റ് ട്രിപ്പിന്റെ ഇരയാണോ. അവർ നിങ്ങളുടെ മനസാക്ഷിയെ തടവിലാക്കിയിരിക്കുകയാണോ? 5. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഗിൽറ്റ് ട്രിപ്പിങ്ങിനെ നേരിടാനുള്ള ഏക വഴി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നതാണ്. നോ എന്ന് പറയാൻ പഠിക്കുക. നിങ്ങൾ ഒരാളെ സഹായിക്കാത്തതുകൊണ്ട് നിങ്ങൾ മോശക്കാരനാകുന്നില്ല. നിങ്ങളുടെ ദയ മറ്റൊരാൾക്ക് നിങ്ങളെ ചവിട്ടിമെതിക്കാനുള്ള പടിയാക്കി കൊടുക്കരുത്. സ്നേഹം ഒരിക്കലും നിങ്ങളെ കുറ്റബോധത്തിൽ തളച്ചിടില്ല. 3. ഭാഗം നാർസിസിസം, താൻ മാത്രം ശരിയെന്ന അഹന്ത. 1. ആരാണൊരു നാർസിസിസ്റ്റ്? നമ്മുടെ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാർസിസിസ്റ്റ്. ഗ്രീക്ക് പുരാണത്തിലെ നാർസിസസ് എന്ന യുവാവിൽ നിന്നാണ് ഈ പേര് വന്നത്. വെള്ളത്തിൽ കണ്ട് സ്വന്തം നിഴൽ കണ്ട് പ്രണയിച്ച് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാതെ പോയ ഒരാൾ. യഥാർത്ഥ ജീവിതത്തിൽ ഒരു നാർസിസിസ്റ്റ് എന്നാൽ അമിതമായ ആത്മരതിയുള്ള, താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന് വിശ്വസിക്കുന്ന, സഹതാപം, എമ്പതി തീരെയില്ലാത്ത ഒരാളാണ്. ഇവർക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ തനിക്ക് ചുറ്റും കറങ്ങണമെന്നും എല്ലാവരും തന്നെ ആരാധിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. 2. നാർസിസിസ്റ്റിന്റെ പ്രധാന ആയുധങ്ങൾ. ഒരു നാർസിസിസ്റ്റ് നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഗ്രാൻഡിലോക്വൻസ്. താൻ വലിയ പണക്കാരനാണെന്നോ വലിയ സ്വാധീനമുള്ള ആളാണെന്നോ അവർ നിങ്ങളെ വിശ്വസിപ്പിക്കും. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും ലോകത്തിലെ വലിയ കാര്യമായി അവർ അവതരിപ്പിക്കും. മറ്റുള്ളവരെ ചെറുതാക്കൽ. നിങ്ങളെ നിയന്ത്രിക്കാൻ അവർ കണ്ടെത്തുന്ന വഴി നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണിക്കുക എന്നതാണ്. ഇതൊക്കെ എന്ത്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും ഇവരുടെ സ്ഥിരം മറുപടി. വിമർശനം സഹിക്കില്ല. നിങ്ങൾ ഒരു ചെറിയ കുറവ് ചൂണ്ടിക്കാണിച്ചാൽ പോലും അവർ വന്യമായി പ്രതികരിക്കും. കാരണം അവരുടെ കണ്ണിൽ അവർക്ക് തെറ്റുകൾ പറ്റില്ല. 3. സ്നേഹബന്ധങ്ങളിലെ നാർസിസിസം. ഒരു നാർസിസിസ്റ്റുമായി പ്രണയത്തിലോ സൗഹൃദത്തിലോ ആവുക എന്നത് ഒരു ആത്മഹത്യാപരമായ നീക്കമാണ്. നമ്മൾ പാർട്ട് 1 കണ്ട ലവ് ബോംബിംഗ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ്. തുടക്കത്തിൽ നിങ്ങളെ ആകാശത്തോളം പുകഴ്ത്തും. എന്നാൽ നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായി എന്ന് കണ്ടാൽ നിങ്ങളെ അവർ ചവിട്ടിമെതിക്കും. അവർക്ക് നിങ്ങളോടുള്ളത് സ്നേഹമല്ല, മറിച്ച് ഒരു നാർസിസിസ്റ്റിക് സപ്ലൈ ആണ്. അതായത് അവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് ആരെയെങ്കിലും വേണം. ആ ഇരയാണ് നിങ്ങൾ. നിങ്ങളുടെ സന്തോഷമോ സങ്കടമോ അവരെ ബാധിക്കില്ല. 4. ഇവരെ എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിക്ക് താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. സംസാരത്തിൽ എപ്പോഴും ഞാൻ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുന്നു. എപ്പോഴും പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുന്നു. സ്വന്തം ആവശ്യത്തിനു വേണ്ടി ആരെയും ചതിക്കാൻ മടിയില്ല. ചെയ്ത തെറ്റുകൾക്ക് ഒരിക്കലും പശ്ചാത്തപിക്കില്ല. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവർ ഒരിക്കലും മാറില്ല. കാരണം തനിക്കൊരു കുഴപ്പമുണ്ടെന്ന് അവർ ഒരിക്കലും സമ്മതിക്കില്ല.
ഉപസംഹാരം: സൈലന്റ് ട്രീറ്റ്മെന്റ്, ഗിൽറ്റ് ട്രിപ്പിംഗ്, നാർസിസിസം. ഈ 3 തന്ത്രങ്ങളും ഒരാൾ നിങ്ങളെ മാനസികമായി തളർത്താൻ ഉപയോഗിക്കുന്നവയാണ്. നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റൊരാൾക്ക് റിമോട്ട് കൺട്രോൾ പോലെ നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. ഡാർക്ക് സൈക്കോളജി സീരീസിലെ ഈ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ നമ്മൾ ഇനിയും ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്: ഡാർക്ക് പെർസ്വേഷൻ. എങ്ങനെയാണ് വാക്കുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും വലിയ ഗ്രൂപ്പുകളെയും വ്യക്തികളെയും ഒരാൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയുന്നത്? അത് അടുത്ത ഭാഗത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കാൻ ഈ അറിവ് സഹായിക്കട്ടെ. നന്ദി.